ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളും റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ സമയം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മണിക്കല്ലേ സുബഹി ബാങ്ക് കൊടുക്കുന്നത്. 4 മണിക്ക് എണീറ്റാലേ നമുക്ക് അത്യാവശ്യം നമ്മൾ ഫ്രഷാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ സുബഹി ബാങ്കിന് മുമ്പ്. അതിനുശേഷം ബാങ്ക് കൊടുത്ത് നമസ്കാരം കാര്യങ്ങളും പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു 6:30 ആവുമേ. എന്നാലും കുഴപ്പമില്ല. അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അന്നത്തെ ദിവസത്തെ ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെ കേട്ടോ. ഇന്നിപ്പോൾ വലിയ ക്ലീനിങ് പരിപാടിയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, മൊത്തം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ളൊരു ക്വിക്ക് ക്ലീനിങ് ചെയ്യട്ടെ കേട്ടോ. ക്ലീനിങ് മീൻസ് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് അടിച്ചു വാരിയിടണം. എന്നാൽ തന്നെ അകം നല്ല ക്ലീൻ ആയിക്കോളും. ഇപ്പോൾ ലിവിങ്ങും ഡൈനിങ് ഹോളും അതുപോലെ തന്നെ ബെഡ്റൂമും ഒക്കെ ഒന്ന് മടക്കി വെച്ച് റെഡിയാക്കിയാൽ തന്നെ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയാൽ തന്നെ വീട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കൂലേ. വാവി റഫിക്കൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഞാൻ തീർക്കലാണ്. പിന്നെ ഇപ്പോൾ സാധാരണത്തെ പോലെയല്ല, റഫീക്ക വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വരും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നടുവേദന ആയതുകൊണ്ട് തന്നെ നല്ല ബെഡ് റെസ്റ്റ് വേണം കേട്ടോ. കുറച്ച് ദിവസം കൂടെ വേണം. കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും നല്ല ബെഡ് റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അറിയാലോ നമുക്ക് നമ്മളെ ഡെയിലിയുള്ള കാര്യങ്ങളും അതും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തിരക്കാണ് ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താലേ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല കൂളായിട്ട് തന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കും. അങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് സ്മൂത്തായിട്ട് എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മൊത്തം തിരക്കായി എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കും ഒന്നും സമയമില്ലാണ്ട് ആവുന്നൊരു രീതിയിലേക്ക് മാറലുണ്ട്. ഇതിപ്പോൾ ഞാനെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുന്ന ഒന്ന് ക്രമീകരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്കും വലിയൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. സാധാ എൻ്റെ ആ ഒരു റൊട്ടീൻ പോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എല്ലാം മൊത്തം താഴെയും മേലെയും ഒക്കെ തുടച്ച് ക്ലീനായി ആയതുകൊണ്ട് തന്നെ ഇന്ന് വെറുതെ ഒന്ന് അടിച്ചു വാരി പോയാൽ മതി കേട്ടോ. മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരിയാൽ തന്നെ ക്ലീൻ ആയിട്ടിരിക്കും. വെറുതെ തുടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കിച്ചണും വർക്ക് ഏരിയയും എന്തായാലും നമ്മൾ കുക്കിങ് മൊത്തം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് ഇടും കേട്ടോ എന്തായാലും. അപ്പോൾ മൊത്തം ഒന്ന് ഫ്രഷായ പോലെ എനിക്ക് തോന്നലുണ്ട്. ഇതൊക്കെ എന്നുള്ള പണികൾ തന്നെയാണ് കേട്ടോ. ഈ അകടിക്കൽ, മുറ്റടിക്കൽ, ഒതുക്കിപ്പെറുക്കൽ കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ എല്ലാം എന്നും നടക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. ഇപ്പം ചില ദിവസമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കും, ചില ദിവസം ഒന്നും അങ്ങനത്തെ എപ്പോഴും കാണിക്കുന്ന കാര്യങ്ങൾ വീഡിയോയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. പിന്നെ മെഷീനിൽ അലക്കാനിടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ, അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ അങ്ങ് ഇടും കേട്ടോ. പിന്നെ അത് എപ്പോഴും കഴിയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇത് ആറിട്ടിട്ട് വരും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ അകമൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഞാൻ കുക്കിങ്ങിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ. ഇന്ന് റഫീക്ക് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്പ്പത്തിരി ഉണ്ടാക്കണം എന്ന് കേട്ടോ. അപ്പം നെയ്പ്പത്തിരി ഞാൻ ഇന്നലെ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചോറരിയില്ലേ, ഏത് സാധാ റേഷൻ അരിയോ വേവ് കുറഞ്ഞ അരിയോ വേവ് കൂടിയ അരി ഏത് അരിയായാലും കുഴപ്പമില്ല, പച്ചവെള്ളത്തിൽ രാത്രി കുതിരാൻ വേണ്ടി വെക്കട്ടെ. അതായത് ഒരു 5-6 മണിക്കൂറെങ്കിലും അരി കുതിരണേ. രാത്രിയിലേക്കാണെങ്കിൽ ഉച്ചക്ക് ഇട്ട് വെച്ചാൽ മതി.
അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അരക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്ക് നെയ്പ്പത്തിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മുളകിട്ട കറിയോ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഈസി ആയിട്ട് എന്തായാലും നെയ്പ്പത്തിരി ചെയ്യുക. നമ്മൾ കുറേ രീതിയിലുള്ള നെയ്പ്പത്തിരി ഞാൻ ഓൾറെഡി റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടി വെച്ചിട്ടും അരച്ചിട്ടും പച്ചരി അരച്ചിട്ടും പുഴുങ്ങലരി അരച്ചിട്ടും മിക്സ് ആക്കിയിട്ടും എല്ലാം കുറേ എണ്ണം കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ആക്കുക. ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കറി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2 സവാള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി വലുത് വേണ്ട കേട്ടോ. ഓവർ വലിയ സൈസ് അല്ലെങ്കിൽ 2 എണ്ണം അങ്ങനെയൊന്നും വേണ്ട, ഒന്നും എടുത്തോ എന്തായാലും കുഴപ്പമില്ല, ഒരു മീഡിയം സൈസ് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തു. എളുപ്പത്തിൽ എല്ലാം കൂടെ കുഴച്ച് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. ഇനി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 3-3.5 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർക്കാം. ഞാൻ അതിന് പകരം ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് പെപ്പർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് നിങ്ങൾക്ക് മുളക് പൊടി തന്നെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, ഒരു 2 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി. ഇതിപ്പോൾ ഞാൻ മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയാണേ. നിങ്ങൾക്ക് ഇത്രയും ഇടാതെ അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇടാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള. പിന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിക്കാനിരിക്കുന്ന എണ്ണ അതിപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിന്നീട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മളിതിൽ ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്, അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം, ആ ഉള്ളിയൊന്നും അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ്, ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം അതും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. 2 വിസിലോ അല്ലെങ്കിൽ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചതിന് ശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ വെച്ചോട്ടോ. എന്നിട്ട് ഓഫ് ആയിക്കുക. എയർ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് റെഡി ആവട്ടെ. അതിങ്ങനെ വഴറ്റിയിട്ടോ ഒന്നും ഇരിക്കേണ്ട കാര്യം നമുക്കില്ല. ഇനി ഇതാ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകം എടുക്കാം, ഞാനിപ്പോൾ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം. പേസ്റ്റാക്കിയിട്ട് അറിയേണ്ട കാര്യമില്ല കേട്ടോ. ഇനി മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു 5-6 മണിക്കൂർ കുതിർന്നിട്ടുള്ള നമ്മളെ ചോറരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അരച്ച് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തരിതരിപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഫൈൻ പേസ്റ്റ് ആവരുത്, ഫൈനായിട്ട് അരയേണ്ട കാര്യമില്ല, ചെറിയ തരിതരിപ്പ് വേണം. ജസ്റ്റ് ഒന്ന് അരയുമ്പോഴത്തേക്ക് അത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒറോട്ടിപ്പൊടിയാണ്, നമ്മളെ ചോറി നൈസായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒറോട്ടിപ്പൊടി ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ അജ്മീൻ്റെ ഒക്കെ പത്തൽപ്പൊടി, ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കിട്ടുന്നുണ്ട്, അതെടുത്താലും മതി കേട്ടോ. പത്തിരിപ്പൊടിയല്ല, അതായത് പച്ചരിപ്പൊടിയല്ല, ചോറരീൻ്റെ നൈസായിട്ടുള്ള പൊടി അത് ചേർത്ത് കൊടുത്തു. ഒരു 2 കപ്പ്, എനിക്കിപ്പോൾ അത് 2 കപ്പൊന്നും ഇല്ല കേട്ടോ, അത് കപ്പളവിൻ്റെ ചെറിയ കപ്പാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ഉണ്ടാവും മൊത്തത്തിൽ. അത് ചേർത്ത് കൊടുത്തു. എൻ്റെ ഈ ഒരുപാട് വെള്ളമാക്കാതെ അരച്ചെടുത്താൽ മതി, അപ്പോൾ അധികം പൊടി വേണ്ടി വരില്ല. ഈ ഒരു അളവിനത് കറക്റ്റായിരുന്നു കേട്ടോ, ഒരു 1/2 കപ്പ് പൊടി ഏകദേശം. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അതിലേക്ക് നിങ്ങൾ കണ്ടല്ലോ ഞാൻ തേങ്ങ ക്രഷ് ചെയ്ത് അതുണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തു. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പല രീതിയിലും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോറരി കുറച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക, കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. എന്നിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് നമ്മൾ വെള്ളം വാർത്തെടുക്കൂലേ, അതായത് വെള്ളം കളഞ്ഞെടുക്കൂലേ, ഇങ്ങനെ പൊത്തി വെച്ചിട്ട് രാത്രി അരച്ച് വെക്കുക, അങ്ങനെയൊക്കെ ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് പൊടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മളെ സവാള എയറെല്ലാം പോയി വന്നിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1/2 കിലോ ഒന്ന് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സവാളയിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. വേറെ മസാല കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതില്ലേ കറി ശരിക്കും നമ്മൾ സവാളയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ കറീൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നാലും നമുക്ക് ഇതിനായിട്ട് ഒരു സമയം കളയേണ്ട കാര്യവുമില്ല. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് ഇപ്പോൾ ചിക്കൻ കറിയും ഒക്കെ ചിക്കൻ മസാല കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. നമുക്ക് രാവിലെ ഇങ്ങനത്തെ പൊടിക്കൈകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ നല്ലതല്ലേ അറിഞ്ഞിരുന്നാൽ. അപ്പോൾ അതിന് പറ്റിയൊരു കറി കേട്ടോ, നല്ല പെർഫെക്റ്റ് നെയ്പ്പത്തിരിയും. അതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ കുക്കർ വീണ്ടും അടച്ച് ഇനി ചിക്കൻ വേവാനുള്ളൊരു ടൈം ഞാൻ ഹൈ ഫ്ലെയിമിൽ 3 വിസിലടിച്ചാൽ എൻ്റെ ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഉണ്ട്. ഇനി നമ്മളെ പത്തിരി പൊടിയില്ല, അതൊക്കെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അത് ഇതുപോലെ ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ആ ഒരു അളവിലല്ലേ നമ്മൾ മാവ് എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിൽ ഇത്ര കനത്തിൽ കേട്ടോ. ഒരുപാട് കട്ടിയായി പോകരുത്, ഒരുപാട് തിന്നായിട്ടും പോകരുത് കേട്ടോ. അപ്പം തിന്നായി പോയ പൊട്ടിപ്പോയി എണ്ണ കുടിക്കും, കട്ടിയായി പോയാൽ ഉള്ളു വേവാണ്ട് പ്രശ്നം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് എണ്ണ ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് പത്തിരി ചുട്ടു തുടങ്ങാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണയും നന്നായിട്ട് ചൂടായിട്ട് ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഓരോ നെയ്പ്പത്തിരിയും പൊരിച്ചു പോരാം. അപ്പോൾ ഇതാ ഈ ഒരു സമയം നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ടേ. അപ്പം അത് നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു എണ്ണ ഒഴിച്ചത് നിങ്ങൾ കണ്ടോ കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു നെയ്പ്പത്തിരിയാണ് കേട്ടോ ഇത്. ഈ ഒരു എണ്ണ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു എണ്ണ തന്നെ നമുക്ക് പൊരിച്ചു കഴിഞ്ഞാലും ചട്ടിയിലുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കുക. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, താനെ തന്നെ പൊങ്ങി വരും കേട്ടോ. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. ഞാനങ്ങനെ എപ്പോഴും നെയ്പ്പത്തിരി പൂരി അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഡെയിലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. വല്ലപ്പോഴും ഒരു കൊതി വരുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നെയ്പ്പത്തിരി പൂരി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ കഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കലില്ല കേട്ടോ. വല്ലപ്പോഴുമാണ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ റഫീക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഉണ്ടാക്കിയാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയാലും അതിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഇഷ്ടത്തിനുള്ളതൊക്കെ കഴിക്കുക വല്ലപ്പോഴും, പക്ഷേ അളവ് കുറച്ചിട്ട് നമുക്ക് കഴിക്കുക. അപ്പോൾ അത്രയും നമുക്ക് എഫക്റ്റ് ചെയ്യൂല ശരീരത്തിൽ. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിരി കണ്ടല്ലോ, 2 ഭാഗം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ് നെയ്പ്പത്തിരി കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ തരിതരിങ്ങനെ ആ ഒരു നമ്മൾ ആ അരീൻ്റെ തരിയില്ല അതിങ്ങനെ കാണും. ശരിക്കും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ കേട്ടോ. ചെറിയ തരിയോട് കൂടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ ആക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. ആ ഒരു കളർ നമുക്ക് പെട്ടെന്ന് ആയിട്ട് കിട്ടുകയും ചെയ്യുമേ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലാണ് നമുക്ക് എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി ഫ്ലഫി ആയിട്ടുള്ള നെയ്പ്പത്തിരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. എണ്ണ തണുത്ത് പോകരുത്, അതൊക്കെ ശ്രദ്ധിക്കണേ. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിന് കുറേ ഞാൻ റിപ്ലൈ തരാൻ ബാക്കിയുണ്ടെന്നല്ല തന്നിട്ട് തന്നെയല്ല, ഇൻഷാ അല്ലാഹ് എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ തരുന്നതാണ് കേട്ടോ. കുറേ പേര് ചോദിച്ച് കണ്ടു റഫീഖൊക്കെ എങ്ങനെയുണ്ട്, വേഗം സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് അല്ല, എന്നാലും മാഷാ അല്ലാഹ് കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ റഫീഖക്ക് ഒരു പെട്ടെന്നങ്ങ് വന്നതല്ല, ഓൾറെഡി എന്താ പറയുക നടുവേദന കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. എന്നാൽ അത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. എന്തെങ്കിലും കണ്ടാൽ വേഗം അത് ചെയ്യും. അങ്ങനെ നിങ്ങൾ തന്നെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് റഫീഖ് അത് ചെയ്ത് തീർത്തിട്ടുണ്ടാവും. നമ്മളെ സമ്മതിക്കില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെയും എന്നെ എന്നല്ല ആരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണല്ലോ നടുവേദന വരികയും ചെയ്യാം.
അപ്പോൾ അത് അവരുടെ ഒരു സ്റ്റൈലാണ്. ഇനി അതിൽ നിന്ന് മാറി ഭയങ്കരമായിട്ടുള്ളൊരു ഇതൊക്കെ ഒന്നും പോവാതെ അവരെ മൈൻഡ് തന്നെ മാറി എടുക്കണം, എന്നാലേ അവർക്ക് അതിൽ നിന്നൊരു റിലീഫ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉള്ള എല്ലാവരുടെയും കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. റഫീഖക്ക് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല, പണ്ട് മുതലേ ഉണ്ട് കേട്ടോ നടുവേദന, പണ്ട് മുതലേ ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോൾ ചൂട് പിടിച്ച് അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഒക്കെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോവലാണ് കേട്ടോ സാധാരണ. ഇതിപ്പോൾ കുറച്ച് നല്ല പെയിനായി, അതാണ് ഉണ്ടായത്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ നെയ്പ്പത്തിരി കണ്ടില്ല, ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടും അത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഫ്ലഫി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കവർ എല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കി വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അവർ വന്നിരിക്കുമ്പോൾ ചുടേണ്ട കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ കുറച്ച് സമയം ഇതിങ്ങനെ പൊങ്ങിയിട്ട് തന്നെ ഇരിക്കും. ആ ഒരു ക്രിസ്പിനെസ് അതിങ്ങനെ ഉണ്ടാവും കേട്ടോ കുറച്ച് സമയം. പെട്ടെന്ന് ഇങ്ങനെ ചുട്ട് നമ്മൾ എടുത്ത അപ്പം തന്നെ ഇങ്ങനെ താഴ്ന്നു പോവുക അങ്ങനെയല്ല. അതുപോലെ തന്നെ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മസാലകൾ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിക്കൻ മുളകിട്ട കറി ഉണ്ടാക്കില്ലേ, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ആക്കിയിട്ട്, അങ്ങനെയും എനിക്ക് ഈ കറി നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടുള്ളൊരു കറിയാണ്. ഇതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, മറ്റേതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് ചിക്കൻ മസാല ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം മീറ്റ് മസാലയാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചിക്കൻ മസാല വാങ്ങിക്കാറേ ഇല്ല, മീറ്റ് മസാലയായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ മസാല കറികൾ വെക്കുന്ന സമയത്ത്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ പാത്രമൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കട്ടെ. ഉള്ളി, തക്കാളി, കുറച്ച് കറി വെക്കാനുള്ള പടവലം, വെള്ളരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് എന്താ കറി വെക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടി വരില്ല. നമുക്ക് വേഗം എടുത്തിട്ട് വേഗം ഒരു പരിപ്പും എന്തെങ്കിലും ഇട്ടിട്ട് കറി വെക്കുക, അല്ലെങ്കിൽ സാമ്പാറിലേക്ക് എടുക്കുക അങ്ങനെ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയൊക്കെ വേണം കേട്ടോ. അതൊക്കെ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെക്കുന്ന വെജിറ്റബിൾസ് വെക്കുന്ന ബോക്സാണ് കേട്ടത്. ഇത് ഞാൻ വെജിറ്റബിൾസൊക്കെ തീർന്നിട്ട് രണ്ടാമത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എടുത്ത് കഴുകിയിട്ട് ഇങ്ങനെ ആണ് പിന്നീട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ കഴുകും, അല്ലെങ്കിൽ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കും. ഇതിപ്പോൾ പെട്ടെന്ന് വെജിറ്റബിൾസ് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം ഉപ്പേരിയും കറികളൊക്കെ ഉണ്ടാക്കില്ല, അതുകൊണ്ട് വേഗം തീരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കഴുകേണ്ട ആവശ്യം വന്നില്ല. ഞാൻ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കാട്ടോ ചെയ്ത്, വൃത്തികേടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ട് ഒന്നുകിൽ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വെക്കും. അതിനിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കാട്ട് ചെയ്ത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെറുതെ ബോക്സിൽ ഇട്ട് വെക്കുന്നതിനേക്കാളും വെജിറ്റബിൾസ് കുറച്ച് നാൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കവർ ചെയ്തിട്ട് വെക്കുന്ന സമയത്ത്, കവറിലിട്ട് വെക്കുന്ന സമയത്ത് ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു വാട്ടം കുറച്ച് നാൾ ഇരിക്കുമ്പോൾ ആ ഒരു വാട്ടം തട്ടൂല കേട്ടോ, അങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന സമയത്ത്. ഇനി എനിക്കിന്നൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിച്ച് ജസ്റ്റ് പണി തീർന്ന് വേഗം പോയിട്ട് വരാം. പിന്നീട് എനിക്ക് മടി വരും കേട്ടോ, അങ്ങനെ ഉണ്ട്. അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഇനി ലഞ്ചും കൂടെ ആക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ലഞ്ചാക്കി വെച്ചിട്ട് വേഗം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഒരു എളുപ്പത്തിലുള്ളൊരു സാമ്പാർ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി വെളിച്ചെണ്ണ അതാ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ആദ്യം ഒന്ന് ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് ചൂടായപ്പോൾ ഇല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകുക, അത് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ വെജിറ്റബിൾസ് എടുക്കുന്നത്, എത്രയാണോ നിങ്ങൾക്ക് സാമ്പാർ വേണ്ട അതിനനുസരിച്ച് ചെയ്തോ. പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പും കൂടെ 2 പിടി സാമ്പാർ പരിപ്പും കൂടെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം അതിലുണ്ടേ. കുറച്ച് പുളിവെള്ളം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതാ ഒരു ചെറിയ കഷ്ണം ശർക്കര കേട്ടോ, ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും അങ്ങനെ ചെയ്ത് കൊടുത്താൽ. പിന്നെ 2 കഷ്ണം സാമ്പാർ കായം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട്
അടച്ച് വെച്ച് 2 വിസിലടുപ്പിച്ചെടുത്തേക്കും നമ്മളെ പരിപ്പും സാമ്പാർ പരിപ്പായതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പോകാൻ, ഇപ്പോൾ ഇന്നലെ ഞാൻ ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാനൊരു മടിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുറത്ത് പോകാണ്ടിരുന്നിട്ട്, ഒറ്റയ്ക്ക് പുറത്ത് പോകാണ്ടിരുന്നിട്ട് ഇപ്പോൾ പോകാൻ ഭയങ്കര മടിയിട്ടാണ്. മെനഞ്ഞാന്ന് തൊട്ട് പോകാനിരുന്നതാണ്, മെനഞ്ഞാന്ന് പോയില്ല, ഇന്നലെ പോയില്ല, ഇനിയിപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്, പോവുകയാണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും, പോയിട്ടില്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാർ അവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ബീൻസ് വെച്ചിട്ട്. അപ്പോൾ ബീൻസ് ഇന്നലെ ഞാൻ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക് പൊട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വരട്ടെ. ആ ഒരു സമയത്ത് കുറച്ച് ചെമ്മീനുണ്ട്, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെമ്മീൻ റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. സവാളയോ തക്കാളിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, വെറുതെ ഒന്ന് പൊരിച്ചെടുക്കൂലേ അതുപോലെ. കുറച്ചധികം ചെമ്മീൻ ഉണ്ട് കേട്ടോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെമ്മീൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 3 മിനിറ്റ് മാക്സിമം 4, അത് കഴിഞ്ഞിട്ട് വേവിക്കരുത് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ റബ്ബർ പോലെ ആവുക നമ്മൾ കഴിക്കുന്ന സമയത്ത്. ആ സോഫ്റ്റ്നെസ്, ചെമ്മീൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ റബ്ബർ കഴിക്കുന്ന പോലെ ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെമ്മീൻ ഉണ്ടാക്കുന്ന സമയത്ത്. ചെമ്മീൻ, കൂന്തൾ, ഞണ്ട് ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നമ്മളെ സവാള ഒന്ന് ഒരുപാട് കളർ ചേഞ്ച് ആവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ വെജിറ്റബിൾസ് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ മാക്സിമം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നല്ലതാണ് നമ്മളെ ഹെൽത്തിന്. ഉപ്പേരിയിലായാലും കറികളിലൊക്കെ ഒരു പാകത്തിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഉപ്പേരിയിലേക്കും ഒക്കെ ഇട്ടിട്ട് നമ്മളകത്തേക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് തേങ്ങ ചിരകിയതിട്ട് കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ ഒതുക്കിയിട്ട് എടുക്കുന്നൊന്നുമില്ല. അതും കൂടെ ചേർത്തോട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക, അത്ര തന്നെ. അപ്പോൾ അതും നമ്മുടെ ചെമ്മീനും ഒരേ സമയം കുക്കായിക്കോളും. പെട്ടെന്ന് കുക്കാകുന്ന 2 ഐറ്റം അല്ലേ. അപ്പോൾ ഒരു എളുപ്പത്തിലുള്ള എന്നാൽ ഒരു നാടൻ ലഞ്ച്, അതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച്. റഫീഖക്ക് ഇന്ന് ഉണ്ടാക്കിയ കറി നാളെ ഇഷ്ടമല്ല കേട്ടോ. സാമ്പാറാകുമ്പോൾ വലിയ പ്രശ്നമല്ല, ഞാൻ പിറ്റേ ദിവസം ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ കഴിക്കലും ആകുമ്പോഴത്തേക്കും സാമ്പാർ തീരൂട്ടാ, അത്രയേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നാളെ ഉച്ചക്കത്തേക്കും ഇത് അടുത്ത അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പരിപ്പും എന്തെങ്കിലും വെച്ചു, അതെന്നെ കറി നാളത്തേക്കും കൊടുത്താൽ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുക കറി എന്തായാലും അതിങ്ങനെ കഷ്ണങ്ങൾ മാറ്റിയാലും വേണ്ടില്ല, വേറെ എന്തെങ്കിലും കറി ആയിരിക്കണം, അങ്ങനെ ഉണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ എത്ര നമ്മൾ കുറച്ചുണ്ടാക്കിയാലും അത് എങ്ങനെയായാലും കൂടുതലാവൂലേ, എത്ര ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും നമ്മൾ വിചാരിച്ചതിൻ്റെ ഡബിളായിട്ടാണ് വരിക ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ സാമ്പാർ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തിനോ ഉച്ചക്കത്തേക്കൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നാളത്തേക്കൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. ഈ സാമ്പാറിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിപ്പോൾ ഞാൻ മസാല സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങേനെ കൂടെ കടുക്, ജീരകം, ഉലുവ, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ചുവന്നുള്ളി ഇട്ടൊന്ന് നമ്മൾ വറുത്തരക്കൂലേ സാമ്പാർ, അങ്ങനെ വറുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചിട്ട് കടുക് വറവിടുകയാണെങ്കിലും വറുത്തരച്ച സാമ്പാറായിട്ടോ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ മസാല സാമ്പാറാണ്. അതിലേക്ക് കടുക്, ഉലുവ, ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ കിട്ടിലൻ സാമ്പാർ സെറ്റായിട്ടുണ്ട്. വറവിടുന്നത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാട്ടെ, നിങ്ങൾക്ക് കുറച്ച് നെയ്യിൽ വറവിട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ വറവിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ആവശ്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇഡ്ഡലിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഉണ്ടാക്കിയ സാമ്പാറിന്. അപ്പോൾ നമ്മുടെ സാമ്പാറും ഉപ്പേരിയും പ്രോൺസ് ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ദോർ നമസ്കാരവും കഴിഞ്ഞു, ഫുഡ് കഴിക്കലും കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചു, അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഞാനൊരു ഏകദേശം സമയം ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ
അപ്പോൾ ഇതാ ഞാൻ സിന്ദൂറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചുരിദാർ എടുക്കണം, ഒരു ഷർട്ടും എടുക്കണം കേട്ടോ. കുറേ നാളായിട്ട് അപ്പോൾ ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്, അപ്പോൾ എനിക്ക് വന്ന പാടെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഇതിനില്ല കേട്ടോ. 800 900 ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല സിമ്പിളായിട്ടൊരു ചുരിദാർ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ചുരിദാർ എടുക്കുന്നത്. നമ്മളെ ഫ്രണ്ട് സാലിഫ്ക്കയും ആശുവില്ലേ, അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണേ ഇന്ന്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ അവർ എന്തായാലും സാലിഫ്ക്ക് എന്തായാലും വീട്ടിൽ വരലുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത്, ഇന്നലെയൊക്കെ ആണെങ്കിൽ ഇന്നലെ കൊടുക്കാമായിരുന്നല്ലോ, കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും വരുമായിരിക്കും. ഇതാണോ ടോപ്പ്? ഷോളോ ടോപ്പോ? ആ ഇത് പാൻറ് അല്ലേ? എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വരികയാണെങ്കിൽ എനിക്ക് വേഗം കിട്ടും കേട്ടോ. കാര്യം നമ്മളൊരു ഇത് നമുക്കറിയാലോ, അപ്പോൾ വേഗം നമ്മളെ കണ്ണിൽ അത് പെടും. പക്ഷെ വേറൊരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ എനിക്ക് കിട്ടൂല. കാര്യം അവരൊരു സ്റ്റൈലും കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ വരണമല്ലോ. അപ്പോൾ അവർക്ക് ഏതാ ഇഷ്ടപ്പെടുക, എന്താ ഇഷ്ടപ്പെടുക, അങ്ങനെ അത് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ചേഞ്ച് ആക്കാമല്ലോ. കൽപ്പറ്റ തന്നെയല്ലേ, സിന്ദൂറിലാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു എന്തോ കുറേ നല്ല നല്ല പാറ്റേണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടത്തി ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ സിന്ദൂറിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും ഉണ്ട്, അവർ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ഷോപ്പിലും കൂടെ പോകണം കേട്ടോ. ഒരു ഷർട്ട് എടുക്കാനുണ്ട്. പിന്നെ ആർക്കെടുക്കാനാണെങ്കിലും ചുരിദാർ പർച്ചേസിങ് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് സിന്ദൂറിൽ വരിക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഇതാ ഒരു ചുരിദാറെല്ലാം എടുത്ത് ഞാനിപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവരെ തപ്പട്ടെ കേട്ടോ. അവരെവിടെയാന്ന് നോക്കട്ടെ. ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കണ്ടു കേട്ടോ, അതാ അവിടെ ഉണ്ട്. മുഹമ്മദിനെ നോക്കിക്കോട്ടെ. മുഹമ്മദ് കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഹായ് പറ. ഹായ് ഹലോ പറ. ഇതെങ്ങോട്ടാ അത് കയറിയിരുന്നേ? വാ വാ പോവാ. എങ്ങോട്ട്? ഇംഗ്ലീഷ് മരുന്നിലേക്ക് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ല, ട്രീറ്റ്മെന്റ് ഒരു ഉമ്മ കൊടുക്കും മുമ്പ്. കണ്ടോ? മതി 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 മതി. കൊടുക്ക്. പുതിയതാ പുതിയതാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷർട്ടും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എസ്കാഡയിൽ വന്നതാട്ടോ, കൽപ്പറ്റ തന്നെയുള്ള. അപ്പോൾ അതും കൂടെ എടുക്കട്ടെ. സാലിഫ്ക്കാക്കൊരു ഷർട്ട് അതും കൂടെ എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ട് ഷർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്തില്ലേ, എടുക്കുന്ന എല്ലാ ഷർട്ടുകളും അവർക്കുള്ള പോലെ എനിക്കിങ്ങനെ മൈൻഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പൂമോളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു, ഇതൊക്കെ സാലിഫ്ക്കാക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, ഞാൻ കണ്ടതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ.
മുഹമ്മദ് ഓനോൻ്റെ ഉമ്മാനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. അപ്പം എന്നെ കണ്ട ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സർപ്രൈസ് ചോദിക്കണ്ടേ ഇത് വാങ്ങാൻ എപ്പോ പോയി പോയോ? റഫീഖ് വാങ്ങിയോ? ആണോ? സർപ്രൈസ് ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. നമ്മളെല്ലാവരും വന്നു. അവരൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാലിഫ്ക്കയും വന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ പിന്നെ വേഗം സാലിഫ്ക്കാക്ക് നമ്മളെ ഗിഫ്റ്റൊക്കെ കൊടുത്തതാണ്, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തിയും മക്കളൊക്കെ പോയിട്ടോ. അതാ സാലിഫ്ക്കയും പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇതാ ഇപ്പോൾ സമയം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മഗ്‌രിബൊക്കെ നമസ്കരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.